ഹായോ അസ്സാം വലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ കാരത്തൂരിലെ സിദ്ദീഖ് ജംഷി ദമ്പതികളുടെ വീടാണിത്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. വീടിന് ജിയായിലായിട്ട് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഗേറ്റ് നൽകിയിട്ടുള്ളത്. സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ജിയായിലുള്ള വർക്കും അതുപോലെ മുകളിലായിട്ട് ഷീറ്റും കൂടെ നൽകിയിട്ടുണ്ട്. വീടിന് ചുറ്റുമായിട്ട് LED ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും നൽകി നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടോ. വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് മുറ്റം നൽകിയിട്ടുള്ളത്. മുറ്റം കഴിഞ്ഞ് ആ ഒരു കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ഗാർഡനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുറ്റത്തായിട്ട് മെറ്റലാണ് വിരിച്ചിട്ടുള്ളത്. 4500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിൽ നിന്നായിട്ട് ഗേറ്റ് നൽകി ഈ ഒരു കോമ്പൗണ്ട് വാളിനോടൊക്കെ ചേർന്ന് ചെടി വെക്കാനായിട്ടുള്ള സ്പേസ് നൽകി അവിടെയൊക്കെ നന്നായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോവാളിലായിട്ട് ബ്ലൂ ഷെയ്ഡിലായിട്ടും പെയിൻറ് നൽകിയിട്ടുണ്ട്. കാർ പോർച്ചിനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോൾസും കൂടെ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഏതൊരു സൈഡിൽ നിന്ന് നോക്കിയാലും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ വ്യൂ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫ്ലാറ്റ് റൂഫായിട്ടാണ് കാർ പോർച്ചും സിറ്റ് ഔട്ടൊക്കെ ഇവിടെ നൽകിയിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ടും ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ വരുന്ന പില്ലറിനായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് പില്ലറായിട്ടാണ് അവിടെ പില്ലർ നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിലായിട്ടാണ് സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത്. ആ ഒരു ലെങ്ത്തിലായിട്ടുള്ള സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പും കൂടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ ആ ഒരു സ്റ്റെപ്പിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് അവിടെ റൂഫ് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സിറ്റ് ഔട്ട് നൽകിയിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ. വുഡിലായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡോറിന് ചുറ്റുമായിട്ട് വിൻഡോസും കൂടെ നൽകിയിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റാണ് സീലിങ്ങിലായിട്ട് നൽകിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ രണ്ട് സൈഡിലും ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് വുഡാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്നായിട്ട് എവിടെയായിട്ടും ആ ഒരു ഷോവാളിലായിട്ട് ബ്ലൂ ഷെയ്ഡിലായിട്ടുള്ള പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. അവിടെയായിട്ടും ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ എവിടെ ഇരുന്നാലും നല്ല കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ടും ഓപ്പൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടും സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറിൻ്റെ ഹാൻഡിൽ ബ്ലാക്കിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ കിച്ചൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. കിച്ചൺ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ആ ഒരു കിച്ചൺ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോയറിലായിട്ട് ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത്. ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് അവിടെ സോഫ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ്ങിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. ചെറിയൊരു പാർട്ടിഷൻ ഗ്ലാസ്സിലായിട്ട് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൻ്റെ ആ ഒരു എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്ത് സ്പോട്ട് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. എൽ ഷേപ്പിലായിട്ട് ഒരു ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു സോഫയ്ക്ക് ആ ഒരു കോർണറായിട്ടുള്ള വിൻഡോ വരുന്ന ഭാഗത്ത് ലെങ്ത്തിലായിട്ടാണ് കേർട്ടൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് റൗണ്ട് ഷേപ്പിലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വോളിലൊക്കെ ആയിട്ട് പെയിൻറ്റിങ്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിലായിട്ടാണ് TV യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ആ ഒരു വോള് മുഴുവനായിട്ടും ഒരു രണ്ട് സൈഡിലുമായിട്ടും ലൂവർ ഡിസൈൻ നൽകിയിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് നൽകിയിട്ടാണ് TV യൂണിറ്റിൻ്റെ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വുഡിലായിട്ടുള്ളൊരു ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ക്രീം ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ലിവിങ്ങിലായിട്ട് കേർട്ടൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കേർട്ടന് തൊട്ട് മുകളിലായിട്ട് വുഡ് പാനലിങ്ങും കൂടെ നൽകിയിട്ടുണ്ട്. ലിവിങ് കഴിഞ്ഞ് നേരെ ഫോയറിലെത്തി ആ ഒരു സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. അവിടെ വോളിലായിട്ട് ആ ഒരു ടെക്സ്ചർ പെയിൻറ്റിനോട് മാച്ച് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കിച്ചൻ്റെ കബോർഡ് നൽകിയിട്ടുള്ളത്. കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹാള് വരുന്നത്.
അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ആണെങ്കിലും ഓരോ സ്പേസും ഇവിടെ നൽകിയിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫോയറും ഡൈനിങ് ഹാളും എല്ലാം കൂടിയുള്ള ആ ഒരു സ്പേസ് എൽ ഷേപ്പിലാണ് വരുന്നത്. വൈറ്റ് ഗ്ലാസ് ആണ് കൗണ്ടർ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത്. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പ്രീമിയം ആയിട്ട് തന്നെയാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒരു ഫോൾഡബിൾ ടേബിൾ നൽകിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട്. ഇരിക്കാനായിട്ടുള്ളൊരു സോഫയും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഈ ഒരു ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂ കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് സ്റ്റെയർ കേസ് വരുന്നത്. അവിടെ ആയിട്ട് ഓട് നൽകി സീലിംഗ് ഓട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഏരിയയിൽ നിന്നായിട്ടാണ് പ്രെയർ റൂമിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് പ്രെയർ റൂമിൻ്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ പ്രെയർ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കോർണറിലായിട്ട് ചെറിയൊരു ടേബിളും കൂടെ നൽകിയിട്ടുണ്ട്. വിൻഡോക്കായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു വിൻഡോയുടെ കളറിലായിട്ടുള്ള ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. അറബിക് കാലിഗ്രഫിയും കൂടെ ഈ ഒരു പ്രെയർ റൂമിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രെയർ റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത്. വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത്. വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത്. മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു സൈഡിലായിട്ട് പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റാണ് ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന വോളിലായിട്ട് ഇലക്ട്രിസിറ്റി ബോക്സ് ആണ്. അപ്പോൾ അത് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് പോലെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നും ഒരു ഓപ്പൺ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ വുഡ് പാനലിംഗ് ചെയ്ത് വുളു അബ്ലൂഷനാണ് ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത്. പ്രെയർ റൂമിലേക്ക് പോകുന്നതിന് സെപ്പറേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു വുളു അബ്ലൂഷൻ നൽകിയിട്ടുള്ളത്. ആ ഒരു വുളു അബ്ലൂഷനിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. FRP ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത്. ഡ്രൈ ഏരിയ വെറ്റിയുടെ 2ആക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറലായിട്ട് വിരിച്ചിട്ടുള്ളത്. വോളിൽ ഗ്ലോസി ടൈലുമാണ് വിരിച്ചിട്ടുള്ളത്. ഒരു കോർണറിലായിട്ട് ഷെൽഫോട് കൂടിയിട്ടുള്ള ബേസിനും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോമൺ ബാത്റൂം കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയായിട്ട് ഒരു പാഷ്യോ കൊടുത്തിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെയധികം മനോഹരമായി ഒരു മോഡേൺ കൺസെപ്റ്റിലാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് 2 സൈഡിലും ചെറിയൊരു പാർട്ടിഷൻ നൽകിയിട്ടാണ് ഈ ഒരു പാഷ്യയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ലിവിങ് ഏരിയയിൽ നൽകിയിട്ടുള്ള സെയിം പാർട്ടീഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ജാളി ബ്ലോക്സ് ആണ് നൽകിയിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു ടീ ടേബിളും 2 ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഭാഗത്തുള്ള പുറത്തേക്കായിട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് സ്ലോ പ്രൂഫാണ് വരുന്നത്. അവിടെ ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ജാളി ബ്ലോക്സ് ആണ് ആ ഒരു ഭാഗത്ത് കർട്ടൻ്റെ സൈഡിലായിട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ട് ലെങ്ത്തിലായിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വോളിലായിട്ട് പെയിൻറ്റിങ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു വോളും അവിടുത്തെ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. സ്റ്റെയർ കേസിനോട് ചേർന്ന് ഈ ഒരു പാഷ്യയുടെ തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം നൽകിയിട്ടുള്ളത്. വുഡിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ ബെഡ്റൂമും വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡിലായിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പെയിൻറ്റിങ്സ് നൽകി അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. 2 സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കൺസീൽഡ് വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. നല്ല ലെങ്ത്തിലായിട്ട് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോട്ടിന് ഫ്രണ്ടിലായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു സൈഡിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട്. അവിടെയും വാർഡ്രോബ് നൽകി ഗ്ലാസ്സിലാണ് അവിടെ ആ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
വുഡിലായിട്ടുള്ള തട്ടാണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് ആ ഒരു വാർഡ്രോബ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത്. FRP ഡോറ് നൽകി ബാത്റൂമിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട്. ഓവൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ മിറർ നൽകിയിട്ടുള്ളത്. മിററിന് തൊട്ടടുത്തായിട്ട് ഷെൽഫോട് കൂട്ടിയിട്ടുള്ള ഒരു ബേസിനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ ലെങ്ത്തിലായിട്ട് വരുന്ന ആ ഒരു വിൻഡോക്കായിട്ട് ഗ്രേ ക്രീം ഷെയ്ഡിലായിട്ടുള്ള കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പാഷ്യയിലേക്കുള്ള വിൻഡോ ആണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കും പാഷ്യയിലേക്ക് നല്ല വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വിൻഡോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഈ ഒരു ഫോയർ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. കിച്ചണോട് ചേർന്നാണ് ആ ഒരു ബെഡ്റൂം അവിടെ ഒരുക്കിയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ബെഡ്റൂം ഡോർസ് എല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഒരു ക്രീം വുഡ് കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും അതുപോലെ ലിവിങ്ങും ഡൈനിങ് ഹാളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂംസ് എല്ലാം സീലിംഗ് നോർമൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും LED ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓഫീസ് ആവശ്യത്തിനും അതുപോലെ സ്റ്റഡി ടേബിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും നൽകിയിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വോളിൽ ലെങ്ത്തിലായിട്ട് കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടിന് ഫ്രണ്ടിലായിട്ട് നല്ല ലെങ്ത്തിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലുമായിട്ടും ഗ്ലാസ്സിലായിട്ടുള്ള ഡോറും അതുപോലെ ഒരു കോർണറിലായിട്ട് ഡ്രസ്സിങ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട്. ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമിലായിട്ടും ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. വോളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിലായിട്ടും ഓവൽ ഷേപ്പിലായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത്. ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ബാത്റൂമിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ സൈസൊന്നും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാത്തത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലായിട്ട് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പും നല്ല ലെങ്ത്തിലായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വുഡ് ജോയ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിൽ വുഡ് ജോയിലാണ്, ടോപ്പിലായിട്ട് വുഡാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെപ്പ് മുഴുവനായിട്ടും വുഡിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലായിട്ടാണ് സ്റ്റഡി ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ടും സെപ്പറേറ്റ് ടേബിളായിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ടും സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോക്ക് റോമൻ ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. വുഡിൻ്റെ ഫ്രെയിംസും വിൻഡോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെയിലും സ്റ്റെയർ കേസൊക്കെ കൂടെ തന്നെ കേട്ടോ ഈ ഒരു വീടിനെ വളരെ മനോഹരമാക്കുന്നത്. ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സ്റ്റെയർ കേസ് വളരെ സ്പെഷ്യലായിട്ടാണ് ഇവരിവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പ് കഴിഞ്ഞ് ഹാൻഡ് റെയിലിൻ്റെ ആ ഒരു ഭാഗം വരെ വുഡിൽ വിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഹാള് നൽകിയിട്ടുണ്ട്. സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത്. മുകളിലായിട്ടും ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ആ ഒരു ലിവിങ് ഏരിയയിൽ നിന്നായിട്ട് വരുന്ന ഹാൻഡ് റെയിലാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത്. മുകളിൽ നിന്നും ലിവിങ് ഏരിയയിലോട്ടുള്ള വ്യൂ ആട്ടോ ഇത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ലിവിങ് ഏരിയയിലോട്ടും അതുപോലെ പാഷ്യയിലേക്കും വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാഷ്യയുടെ ഭാഗത്തായിട്ടും ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാഷ്യയിലേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ബെഡ്റൂംസിൻ്റെ സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് വരുന്നത്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഹാളിലായിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് വിൻഡോ വരുന്നുണ്ട്. ആ ഒരു വിൻഡോക്ക് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട്. സൈഡ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കോട്ടിന് ഹെഡിലായിട്ട് പെയിൻറ്റിങ്സ് നൽകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അവിടെ ആയിട്ടും ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. ആ ഒരു ബേ വിൻഡോയുടെ കൗണ്ടർ ടോപ്പിലായിട്ട് വുഡാണ് വിരിച്ചിട്ടുള്ളത്. റോമൻ ബ്ലൈൻഡ്സും സ്പോട്ട് ലൈറ്റും ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിനോട് ചേർന്ന് ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്.
കൂടാതെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പുറത്തേക്കായിട്ട് ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. ബാൽക്കണി ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു സൈഡിലെ വോളിലായിട്ട് ക്ലാഡിൻ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. സ്ലോ പ്രൂഫ് ആയിട്ടാണ് അവിടെ ആ ഒരു ബാൽക്കണിയുടെ ഏരിയ വരുന്നത്. ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് ബെഡ്റൂമിലെത്തി ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത്. ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലായിട്ടോ വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിനായിട്ട് FRP ഡോറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബാത്റൂംസിലും ഒരേ ഷെയ്ഡിലായിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിലായിട്ട് ബാത്ത് ടബും കൂടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഓരോ ബാത്റൂം ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സ്റ്റോറേജ് ഒരു സ്പേസും കൂടെ ബാത്റൂമിലായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ഒരു ഡോർ വരുന്നുണ്ട്. അവിടെ ആയിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത്. ഓപ്പൺ ടെറസ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. മുകളിലായിട്ട് ഷീറ്റും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു ഓപ്പൺ ടെറസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അലക്കിയിടാനുള്ള സ്പേസും കൂടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. ചുറ്റിലുമായിട്ട് നെറ്റും കൂടെ നൽകിയിട്ടുണ്ട്. മുകളിലെ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. പാഷ്യയുടെ ഏരിയയിൽ നിന്ന് വരുന്ന ആ ഒരു ഹാൻഡ് റെയിലിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡോർ നൽകിയിട്ടുള്ളത്. ഗ്രീൻ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോട്ടിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അതുപോലെ ഈ ഒരു കോർണറിലായിട്ട് കൺസീൽഡ് വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. വുഡിൻ്റെ ഡിസൈനിലാണ് ഈ ഒരു വാർഡ്രോബും അതുപോലെ ഡ്രസ്സിങ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കോട്ടിന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത്. ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത്. ബാത്റൂംസിലെല്ലാം വോളിൽ ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ എല്ലാ ബാത്റൂമും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്കായിട്ടുള്ള ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. ബാൽക്കണി ആയിട്ടല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെറസ് പോലെയാണ് ഈ ഒരു ഫ്രണ്ട് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ ജിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ബാൽക്കണി ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും ഡോറ് നൽകിയിട്ടുണ്ട്. ഹാളിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്നായിട്ടും കൂടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഡോറായിട്ടാണ് ആ ഒരു ഡോർ അവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് നേരെ ഹാളിലെത്തി സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ. ഈ ഒരു വീടിൻ്റെ മനോഹരമായിട്ടുള്ള കിച്ചണും കൂടെ ഇനി നമുക്കൊന്ന് കാണാം. ഡൈനിങ് ഹാളിൽ നിന്ന് ഫോയറിൽ നിന്ന് നേരെ ആയിട്ടാണ് ഈ ഒരു കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. ഈ ഒരു കിച്ചൺ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കിച്ചണിൻ്റെ കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് വുഡ് പാനലിംഗ് ചെയ്ത് സ്പോട്ട് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിനായി ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് മോഡുലാർ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ആ ഒരു മോഡുലാർ കിച്ചൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെയും അപ്പർ ക്യാബിനറ്റിൻ്റെയും ഇടയിലായിട്ടും വൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് സിങ്ക് നൽകി ആ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടുള്ള വിൻഡോ ആണ് ലെങ്ത്തിൽ കൊടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലായിട്ടും റെഡിമെയ്ഡ് സ്ലാബ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ട് ഒരു ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ എന്ന കൺസെപ്റ്റിനോട് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആകും ഈ ഒരു കിച്ചൻ്റെ വീഡിയോ. ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് പ്ലേറ്റ് ട്രേ, കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ആയിട്ട് കബോർഡ്സ് നൽകി പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത്. സീലിംഗും തന്നെ സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡുലാർ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് ഇവിടെയാണ് ഡോറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ വോളിൽ ബാക്കി ഭാഗത്തെല്ലാം വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. കിച്ചൻ്റെ ഡോർ ഇവിടെ വുഡിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു
ഗ്യാസിൻ്റെ ഭാഗത്തായിട്ട് വിറകടുപ്പിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ചിമ്മിണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിറകടുപ്പായിട്ട് ഇവിടെ ഇപ്പോൾ നൽകിയിട്ടില്ല. എൽ ഷേപ്പിലായിട്ടാണ് ആ ഒരു സ്ലാബ് അവിടെ നൽകിയിട്ടുള്ളത്. സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 2 സൈഡിലായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് 2 കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ലൈറ്റ് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ഈ ഒരു കബോർഡ്സ് എല്ലാം നൽകിയിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുണ്ട്. അവിടെയും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വോള് മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസോടുകൂടി ഓപ്പൺ സ്റ്റോറേജ് സ്പേസിലുള്ള കബോർഡ്സ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് ഡോറ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് മറ്റൊരു കിച്ചണായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുറ്റുമായിട്ട് ഗ്രില്ല് നൽകിയിട്ടുണ്ട്. വിറകടുപ്പ് ഇവിടെ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്നായിട്ട് പുറത്തേക്കായിട്ടുള്ള ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തിലായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്